സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖന വിവാദത്തിൽ ഹൈക്കമാൻഡിനും വഴങ്ങാതെ ശശി തരൂർ. ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. രാഹുൽ ഗാന്ധിയുടെ അനുനയ നീക്കവും പാളിയതോടെ തരൂരിനെ അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തരൂരിന്റെ നിലപാടിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. തരൂരിന്റെ നിലപാടിൽ ഇനി അഭിപ്രായ പ്രകടനം വേണ്ടെന്നാണ് തീരുമാനം. തരൂരിന്റെ രാഷ്ട്രീയ നീക്കം എന്തെന്ന് നിരീക്ഷിക്കുകയാണ് നേതൃത്വം. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും തരൂര് വഴങ്ങുന്ന മട്ടില്ല. തരൂരിന്റെ വഴിക്ക് തന്നെയാണ്. എല്ലാ കാലത്തും തരൂർ അങ്ങനെയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏതായാലും തരൂർ വിഷയത്തിൽ ഇനി കമാന്നൊരു അക്ഷരം മിണ്ടില്ലെന്ന് തോന്നുന്നു. തരൂരിന്റെ വഴിക്ക് വിടാനാണോ തീരുമാനം? അതേസമയം അതൃപ്തിയോടെ. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ശശി തരൂരിന്റെ വിവാദ ലേഖനം, ആ വിവാദ ലേഖനത്തിന് തൊട്ടുപിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ വിഷയത്തിൽ ഇടപെട്ട തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തരൂരിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അവഗണിക്കുന്നു എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. അത് പാർലമെന്റിലായാലും സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുന്ന പരിപാടികളിലായാലും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ആ ഒരു പ്രശ്നം പരിഹരിക്കാം എന്ന രീതിയിലാണ് തരൂരുമായുള്ള കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി തയ്യാറായത്. ദീർഘകാലമായി രാഹുൽ ഗാന്ധിയെ കാണാൻ തരൂർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയില്ല. ഒടുവിൽ ഈ ലേഖന വിവാദമായതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച തന്നെ നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ശശി തരൂർ തയ്യാറായിട്ടുമില്ല. പക്ഷേ മാധ്യമങ്ങളുടെ തുടർച്ചയായുള്ള ചോദ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന ഉത്തരം നൽകാൻ ശശി തരൂർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ വിവാദ ലേഖനത്തിൽ നിന്നും അണുവിട പിന്മാറാനും ശശി തരൂർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ തരൂർ ഇപ്പോൾ പാർട്ടിയെ കുഴപ്പത്തിലേക്ക് ചാടിക്കുകയാണ്. വീണ്ടും ഈ വിഷയം, തരൂറിന്റെ വിവാദ ലേഖനം ചർച്ചയാക്കിയാൽ അത് രാഷ്ട്രീയ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തരൂർ എന്ത് പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇനി മൗനം തുടരാനുള്ള ഒരു തീരുമാനം. പക്ഷേ തരൂരാണെങ്കിൽ ആ ലേഖനം എന്തുകൊണ്ട് എഴുതിയെന്ന് തുടർച്ചയായി വിശദീകരിക്കുന്നു. തന്റെ ലേഖനത്തെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഏതായാലും തരൂരിന്റെ തുടർ നീക്കങ്ങൾ കൃത്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും നിരീക്ഷിക്കുന്നുണ്ട്. CPM-ന് അനുകൂലമായി, LDF-ന് അനുകൂലമായി തുടർച്ചയായി തരൂർ സംസാരിക്കുന്നു, എഴുതുന്നു. ഇനിയും എഴുതുമെന്ന് തരൂർ പറയുന്നുണ്ട്. ഇനി അടുത്ത ലേഖനം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. മാത്രവുമല്ല, തരൂർ ഇനി ഇടത് പരിപാടികളിൽ, വേദികളിൽ പോകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. DYFIയുടെ പരിപാടിയിൽ തൽക്കാലത്തേക്ക് അന്ന് മറ്റു പരിപാടികൾ ഉള്ളതുകൊണ്ട് പോകുന്നില്ല എന്നതിനപ്പുറത്തേക്ക് DYFIയോ ഇടത് സംഘടനകളോ ക്ഷണിച്ചാൽ പരിപാടിക്ക് താൻ പോകില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താൻ താല്പര്യമില്ല എന്ന പ്രഖ്യാപനവും തരൂർ നടത്തുന്നുണ്ട്. ഓക്കെ, റോഷിപാലാണ് നമുക്കൊപ്പം ചേർന്നത്.